ഹലോ. അങ്ങനെ കുടുംബസമേതം ഇറങ്ങി വരുന്നത് 4 പേര്. 4 പേര് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി വരുന്നെങ്കിൽ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും. അമ്മ അന്തപ്പുരം വിട്ട് ഇറങ്ങി വരുന്നത് അല്ലേ? വണ്ടി എടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വണ്ടി കാണാൻ വന്നു. പിന്നെ അച്ഛനെ വണ്ടിയിലേക്ക് കയറ്റി കണ്ണൻ റൗണ്ട് കഴിഞ്ഞ് അമ്പലത്തിൽ പോവാം, വണ്ടി പൂജിക്കാൻ അല്ലേ? അമ്പലത്തിൽ പോകുന്നു. വാഹന പൂജ പണിക്കാട്ടമ്പലത്തിൽ. രാവിലെ മഴയൊന്നുമില്ല, സൂര്യൻ ഉദിച്ച് നല്ല തെളിച്ചം. അച്ഛൻ പിന്നാലെ വരുന്നുണ്ട്. നമ്മളിവിടെയുള്ള ആനിക്കാട് അമ്പലത്തിലേക്കാണ് കേട്ടോ വണ്ടി പൂജിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പൂജിക്കാനായിട്ട് വന്നത്. വാഹനത്തിൻ്റെ പൂജ കഴിഞ്ഞ് എൻ്റെ വണ്ടി ഓൾറെഡി അവൾ അവിടെ പൂജിച്ചായിരുന്നു. പിന്നെ താക്കോൽ ഇവിടെ പൂജിച്ച് വണ്ടിക്ക് നമ്മളെ മാല വാങ്ങി. അങ്ങനെ എന്താണ് പറയാത്തത്? പറയുന്നുണ്ടല്ലോ. ആ പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു അല്ലേ? ശേഷം അച്ഛനെ കൊണ്ടുവിട്ടിട്ട് വന്നു. ഞങ്ങളുടെ കാർ ഇവിടെ സർവീസിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ കാറ് സർവീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ കണ്ണൻ അച്ഛനെ കൊണ്ട് വിട്ടു. ശേഷം എന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേക്കാണ് നല്ലൊരു മഴ പെയ്തു കേട്ടോ. കുറച്ച് മഴ തോർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. എങ്ങനെ പോയതാ പുതിയ ഉടുപ്പിട്ട് പോയതാണ് അമ്പലത്തിൽ പോയിട്ട് സൂപ്പർ മഴ. ഹെൽമെറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ? അതെ, ഈ വണ്ടിയിലൂടെ 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. 2 ഹെൽമെറ്റ് തന്നായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഹെൽമെറ്റ് ഞങ്ങൾ വാങ്ങിയതാ. അതെ, ഈ ഹെൽമെറ്റ് ഇഷ്ടമായി, അപ്പം ഞങ്ങൾ വാങ്ങിയതാ. നമ്മൾ രണ്ടുപേരും വണ്ടി എടുത്ത് പൂജിക്കാൻ കൊണ്ടപ്പോൾ മഴയാ.